ഈശ്വരശേഷിയായിരിക്കട്ടെ. ദൈവത്തിൻ്റെ വലിയൊരു കരുണയാൽ നമ്മൾ ഈ ഒരു മാരത്തോൺ കൂടി പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇതിലേക്ക് കടന്നു വന്ന ഓരോ വ്യക്തികളെയും യേശുനാമത്തിൽ ഞാൻ നന്ദി പറയുന്നു. കാരണം കർത്താവിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നീക്കി വെച്ച ഓരോ നിമിഷവും അത് കർത്താവ് വളരെ അധികം വിലമതിക്കുന്നുണ്ട്. അതിനുള്ള അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കർത്താവ് നിങ്ങൾക്ക് വേണ്ട വിധത്തിൽ സമൃദ്ധമായിട്ട് ഓൾറെഡി നൽകി കഴിഞ്ഞു. അത് ഉറച്ച് തന്നെ നമ്മൾക്ക് വിശ്വസിക്കാം. വരും ജീവിതങ്ങളിൽ നിങ്ങൾക്കത് കർത്താവ് ബോധ്യമായിട്ട് തരും. ഒപ്പം തന്നെ വചനത്തിൽ വചനമാകുന്ന യേശു നിങ്ങളുടെ കുടുംബങ്ങളിൽ ഈ 4 ദിവസം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ വായിക്കുന്ന സമയത്ത് നിങ്ങളുടെ സമീപത്ത് ഉണ്ടായിട്ടുണ്ട്, നിങ്ങളെ സ്പർശിച്ചിട്ടുണ്ട്. വചനം വായിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ഒരു കൃപയും എല്ലാവർക്കും ഈശോ നൽകിയിട്ടുണ്ട്. വിത്തുകൾ അതാത് സമയമാകുമ്പോൾ പൊട്ടിമുളയ്ക്കുന്ന പോലെ, അതിന് വേണ്ട മഴയും വെയിലും എല്ലാം കിട്ടിക്കഴിയുമ്പം അത് പൊട്ടിമുളയ്ക്കുന്ന പോലെ ദൈവം ആഗ്രഹിക്കുന്നൊരു സമയത്ത് കർത്താവ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ആത്മാവിൽ ഇന്ന് നിക്ഷേപിച്ചിട്ടുള്ള വചനം അത് ഫലം പ്രാപിക്കുക തന്നെ ചെയ്യും. കാരണം ആകാശത്തിൽ നിന്ന് പൊഴിക്കുന്ന മഴ ഒരിക്കലും തിരിച്ച് ആകാശത്തിലേക്ക് പോകുന്നില്ല. അത് ഭൂമിയെ നനച്ച് വേണ്ട വിധത്തിൽ ഫലപ്രദമാക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഓരോ ആത്മാവിലേക്കും കർത്താവ് പെയ്ത മഴ. ആ ഒരു മഴ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഈ ദിവസങ്ങളിൽ പെയ്തിട്ടുണ്ട്. നാം അറിയാതെ പലപ്പോഴും നമ്മളെ തൊട്ടുപോകുന്ന കാറ്റ് ചിലപ്പോഴൊന്നും നമ്മൾ ശ്രദ്ധിക്കാറില്ല. പക്ഷെ ആ കാറ്റ് അത് നമ്മളെ തൊടുന്നു എന്ന് നമ്മൾ നമ്മുടെ ഹൃദയങ്ങളിൽ തിരിച്ചറിഞ്ഞു, അന്ന് മുതൽ നമ്മുടെ ജീവിതത്തിൽ ഒരു യൂ ടേൺ ആയിരിക്കും. ദൈവത്തിൻ്റെ വഴിയിലേക്കുള്ള, പിന്നെ നമ്മൾ നോക്കുന്നത് ചുറ്റിലുള്ള മനുഷ്യരിലേക്കോ ചുറ്റിലുള്ള ലോകത്തിലോ ഒന്നും ആയിരിക്കില്ല. മുകളിലുള്ള ആ സ്വർഗത്തിൽ മേഘത്തിൻ്റെ അപ്പുറത്ത് നമ്മൾക്കായിട്ട് നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ കർത്താവിലേക്കായിരിക്കും. അപ്പോൾ ആ ഒരു വലിയൊരു കൃപ ഇന്നേ ദിവസം ഈ മാരത്തോണിൽ വായിച്ചിട്ടുള്ള ഓരോ മക്കൾക്കും ഈശോ നൽകിയിട്ടുണ്ടെന്നുള്ളത് വളരെ വലിയൊരു അടയാളം തന്നെയാണ്. അപ്പോൾ ആ അനുഗ്രഹം വന്നു കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് കുറച്ച് വിശ്വസിക്കാം. അതോടൊപ്പം തന്നെ എല്ലാ മാരത്തോണെ പോലെ തന്നെ ഈ ഒരു മാരത്തോണിൽ നമ്മളെ ഓരോ തവണയും മാരത്തോൺ നടത്തുമ്പോൾ ആദ്യത്തെ ഉൽപ്പത്തി കിട്ടുന്ന ഭാഗങ്ങൾ, പുതിയ നിയമം, അതുപോലെ അനുഗ്രഹത്തിൻ്റെ കുറേ വചനങ്ങൾ കിട്ടുന്ന മേഖലകളെല്ലാം ഒത്തിരി മക്കൾക്ക് നൽകി അവർക്ക് അതെല്ലാം ദൈവാനുഭവമായിട്ടൊന്ന് വ്യക്തിപരമായിട്ട് അറിയാനിടയായിട്ടുണ്ട്. പ്രത്യേകിച്ച് സമയങ്ങളുടെ കാര്യങ്ങളിൽ ഈ ഒരു മാരത്തോൺ നടത്തുമ്പോൾ ഞാൻ പലപ്പോഴും അല്ലെങ്കിൽ ഞങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, ഈ മാരത്തോൺ നടത്തുന്നത്, തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്നതും എല്ലാം ദൈവം തന്നെയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഞങ്ങൾ ഫിക്സ് ചെയ്തിട്ടുള്ളൊരു ടൈമിലല്ല ഈ മാരത്തോൺ തുടങ്ങിയിട്ടുള്ളത്. അത് ഇതിൽ വായിച്ചിട്ടുള്ള മിക്കവർക്കും അറിയാം. ഓരോ അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂറിൻ്റെ ഒരു അങ്ങോട്ടുള്ള കുറച്ചൊരു വ്യത്യാസത്തിലാണ് പലപ്പോഴും ഈ മാരത്തോൺ തുടങ്ങിയിട്ടുള്ളത്. അവസാനിക്കുന്നതും ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല ഇത്രാം തീയതി ഈ ദിവസം അവസാനിക്കുന്നുള്ളത്. അപ്രോക്സിമേറ്റ്ലി ഒരു 4-5 ഡേയ്സ് എന്നുള്ളത് പറയാമെന്നല്ലാതെ അത് ആരിൽ നിന്ന് തുടങ്ങും, ആരിൽ നിന്ന്, അതെല്ലാം ഒരു മിസ്റ്ററി പോലെയാണ്. ദൈവം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അടുത്തൊരു നിമിഷം തരാൻ പോകുന്ന ഒരു അനുഗ്രഹം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത പോലെ തന്നെ അതൊരു മിസ്റ്ററി പോലെയാണ്. ആര് തുടങ്ങും, ആര് അവസാനിക്കും, ആര് വെളിപാട് വായിക്കും, ആര് പുതിയ നിയമം വായിക്കും എന്നുള്ളതെല്ലാം. അപ്പോൾ ഇതിൽ വായിച്ച് ഈ വചനത്തിനോട് ഭയങ്കര തീവ്രമായിട്ട് ആഗ്രഹത്തോടുകൂടി കടന്നു എന്നുള്ള ഓരോ മക്കൾക്കും വലിയൊരു ആഗ്രഹങ്ങൾ തന്നെയായിരുന്നു പുതിയ നിയമം വായിക്കുക, വെളിപാട് വായിക്കുക എന്നുള്ളതൊക്കെ. പക്ഷേ ഞാൻ ഇത്ര നാളത്തെ ഒരു മാരത്തോൺ നടത്തിയിട്ടുള്ള ഒരു കാര്യങ്ങളിൽ മനസ്സിലാക്കിയിട്ടുണ്ട്, ആരൊക്കെ ഈ ഒരു തീവ്രദാഹത്തോടുകൂടി ഇതിനോട് ചേർന്ന് നിന്ന് വചനം വായിച്ച് മുന്നോട്ട് പോയിട്ടുണ്ടോ അവർക്കെല്ലാം കർത്താവ് ആ ഒരു ആഗ്രഹം സാധിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊരു അനുഭവമായിട്ടുണ്ട്. വചനം വായിക്കുമ്പോൾ ഈശോ സ്പർശിക്കുന്ന ഒരു അനുഭവങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എത്രമാത്രം നമ്മൾ ഒരുങ്ങി ദൈവത്തിന് സമയം കൊടുത്ത് ഈ വചനത്തിന് വേണ്ടി കാത്തിരിക്കുന്നു അല്ലെങ്കിൽ വചനം വായിക്കുന്നു എന്നുള്ളത് വലിയൊരു അടിസ്ഥാനത്തോടുകൂടി സ്വർഗം നമ്മളെ ഉറ്റുനോക്കുന്നുണ്ടെന്നുള്ളത് വളരെ ഒബ്വിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഒരുക്കത്തോടുകൂടി കടന്നു വരുമ്പം കർത്താവ് അത് ശരിക്കും സംസാരിക്കുന്ന ഒരു അനുഭവം തന്നെ എല്ലാ മക്കൾക്കും നൽകിയിട്ടുണ്ട്, നൽകുന്നുണ്ട്. എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈശോയുടെ നാമത്തിൽ സോൾ ഓഫ് ക്രൈസ്റ്റ് മിഷൻ്റെ ടീം മെമ്പേഴ്സിൻ്റെ പേരിലും ഞാൻ പ്രത്യേകമായിട്ട് ദൈവനാമത്തിൽ നന്ദി പറയുന്നു. കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.